സിനിമയിൽ തിരക്കില്ലാത്ത സമയത്ത് സീരിയൽ രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കരിയറിന്റെ ആദ്യകാലത്ത് അമച്വർ നാടകവേദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ക്യാപ്റ്റൻ രാജു പത്തനംതിട്ട കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. സാമൂഹ്യ പ്രതിബദ്ധതയും മാനവികതയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സേവന മേഖലകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും ക്യാപ്റ്റൻ രാജു ശ്രദ്ധാലുവാണ്. സിനിമയുടെ തിരക്കിനിടയിലും കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ക്യാപ്റ്റൻ എത്താറുണ്ട്. സിനിമയ്ക്കപ്പുറത്ത് ഇന്ത്യയുടെ ദേശീയതയും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല രാജ്യസ്നേഹി കൂടിയാണ് ക്യാപ്റ്റൻ രാജു. കലയോടുള്ള താല്പര്യം കാരണം നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും ഒരു ആർമി ഓഫീസർ ആയതിന്റെ ഗുണം ഇന്നും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം. മമ്മൂട്ടി, ക്യാപ്റ്റൻ രാജു കൂട്ടുകെട്ടിന്റെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും അക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ചിത്രമാണ് 1986 പുറത്തിറങ്ങിയ അവനാഴി. ആവനാഴി മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും സത്യരാജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ക്യാപ്റ്റൻ രാജു തന്നെയായിരുന്നു. 1950 ജൂൺ 27 പത്തനംതിട്ടയിലെ ഓമല്ലൂരിൽ KG ഡാനിയലിന്റെയും അന്നമ്മയുടെയും മൂന്നാമത്തെ മകനായാണ് രാജു ജനിച്ചത്. പ്രമീളയാണ് ഭാര്യ, രവി മകൻ. സിനിമയിൽ കൂടുതൽ വില്ലൻ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചതെങ്കിലും ജീവിതം മൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കണമെന്നും പരസ്പര വിശ്വാസവും സാഹോദര്യവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഈശ്വരവിശ്വാസി കൂടിയാണ് ക്യാപ്റ്റൻ രാജു. സിനിമയിലൂടെ ലഭിക്കുന്ന സന്ദേശം സമൂഹത്തിന് കേവലം ആനന്ദം എന്നതിലുപരി നേർവഴികാട്ടിയാകണമെന്ന ക്യാപ്റ്റന്റെ വാദം പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം.